ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മുടെ നിത്യജീവിതത്തിൽ ഏറെ ഉപയോഗപ്പെടുന്ന കുറച്ച് നല്ല കുഞ്ഞു കുഞ്ഞു ടിപ്സുകളായിട്ടാട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണം. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് കുപ്പി ഗ്ലാസ് ആട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഗ്ലാസ് ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ടിട്ട് ഈ ഗ്ലാസ് മുങ്ങത്തക്ക വിധം നല്ലോണം ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഗ്ലാസ് മുങ്ങി നിൽക്കുന്ന വിധം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്ക് ഇത് അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് ഈ വെള്ളം നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് ആ ഗ്ലാസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പെട്ടെന്നൊന്നും നമ്മൾ ചില ഗ്ലാസ്സൊക്കെ ചൂട് ചായ ഒഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിങ്ങനെ ടിക്ക് തന്നെ പൊട്ടിയിട്ട് ഇങ്ങനെ ലൈനായിട്ട് പൊട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്വാളിറ്റി ഉള്ള ഗ്ലാസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം നമുക്ക് ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറേ കാലം നമുക്ക് ഗ്ലാസിൻ്റെ ആയുസ് കൂട്ടിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അതിനുള്ള ടിപ്പാണ് കേട്ടത്. അപ്പോൾ ഈ ഗ്ലാസ് എല്ലാം ഈ വെള്ളത്തിലോട്ടേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തും ഈ വെള്ളം എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ടിട്ട് എല്ലാ ഭാഗത്തും ചൂടെത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് നല്ലോണം തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്നും എടുത്തു മാറ്റിയതിന് ശേഷം ഈ ഒരു ചൂടൊക്കെ പോയതിന് ശേഷം നമുക്ക് ഈ ഒരു ഗ്ലാസ് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ചൂട് പോയതിന് ശേഷം ആയിരിക്കണം കേട്ടോ നമ്മൾ കഴുകാനായിട്ട്. ചൂടുള്ള ഗ്ലാസ് പെട്ടെന്ന് തന്നെ നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുമ്പം അത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചൂടൊക്കെ തണഞ്ഞതിന് ശേഷമായിരിക്കണം നമ്മൾ പച്ചവെള്ളത്തിൽ കഴുകിയെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് നല്ലോണം ഉറപ്പ് കൂടും കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ചൂടുള്ളത് ഒഴിക്കുമ്പോഴും പെട്ടെന്ന് തന്നെ ഗ്ലാസ് പൊട്ടിപ്പോവാൻ ഒരിക്കലും ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പുതുതായിട്ട് ഗ്ലാസ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ. നമുക്ക് ഒരുപാട് കാലം നമുക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ ആയുസ് നീട്ടിക്കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പ് ചെയ്ത് നോക്കുക. പണ്ടത്തെ ആളുകളൊക്കെ ചെയ്യുന്ന ഒരു ടിപ്പാട്ടോ. ഇപ്പോൾ ആരും അങ്ങനെ ചെയ്യുന്നതൊന്നും കാണാറില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വില കൂടിയ ഗ്ലാസ് ആയാലും നമുക്ക് കുറേ കാലം ആ ഒരു ഗ്ലാസ് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. പെട്ടെന്നൊന്നും പൊട്ടിപ്പോവില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, ഞാൻ കുറച്ച് പാൽ ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാലൊക്കെ വാങ്ങിച്ച് പാൽ തിളപ്പിക്കുമല്ലോ. പാൽ തിളപ്പിക്കുമ്പം ആ പാത്രത്തിലൊക്കെ പാൽ പറ്റി പിടിച്ചിരിക്കും. പാലും പാടയൊക്കെ ഈ ഒരു പാത്രത്തിൻ്റെ അടിവശത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പാൽ കാച്ചുന്ന ആ ഒരു പാത്രത്തിൽ പാൽ പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ ഒരു പാത്രത്തിൽ ആദ്യം തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിലോട്ടേക്ക് വെച്ചിട്ട് ആ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ തിളയ്ക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പാൽ തിളപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ഈ ഒരു പാത്രത്തിൽ പാൽ പറ്റി പിടിക്കില്ല കേട്ടോ. നല്ല രീതിയിൽ തന്നെ പാൽ നമുക്ക് തിളപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ചെയ്യും. മാത്രമല്ല ഒരിക്കലും പാത്രത്തിൽ പാലോ പാൽപ്പാടയോ അങ്ങനെയൊന്നും കെട്ടാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക. നമ്മൾ പാല് കാച്ചുന്ന സമയത്ത് കുറേ പാലൊക്കെ ഈ ഒരു പാത്രത്തിൽ പറ്റി പിടിക്കുന്നതായി കാണാൻ പറ്റും. അപ്പം പാത്രം കരിഞ്ഞ് പിടിക്കില്ല, അത് മാത്രമല്ല പാല് പറ്റി പിടിക്കില്ല കേട്ടോ പാത്രത്തിലൊന്നും. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ പാല് നമുക്ക് വേസ്റ്റായി പോവാതെ നല്ല രീതിയിൽ തന്നെ പാല് നമുക്ക് കാച്ചിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ ഇതേപോലെ പാക്കറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് സാമ്പാർ പൊടി അതേപോലെ അച്ചാർ പൊടിയൊക്കെ കേട്ടോ. ഇങ്ങനെ പാക്കറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ സാമ്പാർ പൊടി അച്ചാർ പൊടിയൊക്കെ ഇങ്ങനെ ഇടല്ലോ. അപ്പോൾ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ഈ ഒരു പൊടി നമ്മൾ എയർ ടൈറ്റായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ഈ ഒരു കവർ ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കട്ടോ. ഈ ഒരു 2 സൈഡും ഇതേപോലെ ഒന്ന് മടക്കിയതിന് ശേഷം പിന്നെ നമുക്ക് നടുഭാഗം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കട്ടോ. അതിനുശേഷം നമുക്ക് നമ്മുടെ പെന്നിലെ ടോപ്പ് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ. അതിൻ്റെ മുകളിൽ അങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം ഈ ഒരു പൊടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരിക്കലും ഇത് കട്ട കെട്ടി പോവില്ല. അതുമാത്രമല്ല നമുക്ക് എയർ ടൈറ്റായിട്ട് തന്നെ നിന്നോളൂ കേട്ടോ. ഒരിക്കലും ഇത് കാറ്റ് കടന്നിട്ട് പൊടി കേടാവില്ല, കട്ട കുത്തി പോവില്ല കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ തന്നെ എയർ ടൈറ്റായിട്ട് നിന്നോളൂ കേട്ടോ. അപ്പോൾ ഇനി പെന്നിൻ്റെ ഇതേപോലത്തെ ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ ആരും ഒഴിവാക്കി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതേ രീതിക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം നമുക്ക് പാക്കറ്റൊക്കെ എയർ ടൈറ്റായിട്ട് തന്നെ നിന്നോളും, കാറ്റ് കടക്കൊന്നുമില്ല,
പൊടി കേടായി പോവില്ല കേട്ടോ. അപ്പം ഇതേ രീതിയിൽ നമ്മൾ പാക്കറ്റ് ഇങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കുന്ന സമയത്ത് കുറേ കാലം നമുക്കത് കേടുകൂടാതെ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ വറ്റൽമുളകൊക്കെ വാങ്ങിച്ച് പൊടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മുളക് മാറ്റി വെക്കല്ലോ, നമ്മൾ വറവിടാനും അതേപോലെ നമ്മൾ കപ്പൊക്കെ വേവിക്കുന്ന സമയത്ത് വറവിടാനും അതേപോലെ നമുക്ക് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് മുളക് ബാക്കി എടുത്ത് വെക്കല്ലോ. അപ്പോൾ നമ്മൾ ആ എടുത്ത് വെക്കുന്ന മുളക് ഇതേപോലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്കൊരു ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. കൂടുതലായിട്ട് ഇങ്ങനെ വറുത്തെടുക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒരു ഉണങ്ങിയ കണ്ടെയ്നറിലാക്കിയിട്ട് നല്ലോണം എയർ ടൈറ്റ് ആക്കിയിട്ട് തന്നെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു വറ്റൽമുളക് കുറേ കാലം കേടുകൂടാതെ നമുക്ക് ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതല്ല ഇതേപോലെ നമ്മൾ അങ്ങനെ തന്നെ എടുത്ത് വെക്കുകയാണെങ്കിൽ കുറേ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വറ്റൽമുളകിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഒരു പൂപ്പൽ, കറുത്ത പൂപ്പൽ, ഫംഗസൊക്കെ കാണാനായിട്ട് ഇടയുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ ചൂടാക്കിയിട്ട് നമ്മൾ കണ്ടെയ്നറിലാക്കിയിട്ട് വെക്കുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു മുളക് വർഷങ്ങളോളം കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരിക്കലും കേടാവില്ല കേട്ടോ. നമുക്ക് വർഷങ്ങളോളം നമുക്ക് ആ ഒരു വറ്റൽമുളക് കേടുകൂടാതെ നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മൾ അരിയൊക്കെ ഇട്ട് വെക്കുന്ന ബക്കറ്റിൽ കുറേ കഴിയുമ്പം അതിൽ അരിയിൽ ഒരു തരം ചെള്ളുകളും പ്രാണികളും ഒക്കെ വന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ചെള്ളിൽ നിന്നും പ്രാണിയിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വറ്റൽമുളക് ഇതേപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. നമ്മൾ വറ്റൽമുളക് ഇടാറുണ്ട്, പക്ഷേ അത് അങ്ങനെ തന്നെ ഇടാം. അപ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ട് ഇതേപോലെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്മെല്ല് നല്ലോണം ഈ ഒരു അരിയിലോട്ടൊക്കെ ഇറങ്ങി വരുമല്ലോ. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇതിൽ ചെള്ളോ പ്രാണികളോ പാറ്റയൊന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കും ചെയ്ത് നോക്കുക. അരിയിൽ മാത്രമല്ല കേട്ടോ, പയർ വർഗ്ഗങ്ങളിലും എല്ലാം ഇതേ രീതിയിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കടല, പരിപ്പ്, ഉലുവ, കടുകൊക്കെ ഉണ്ടാവുമല്ലോ, അതിലെല്ലാം ഇതേ രീതിയിൽ വറ്റൽമുളകൊന്ന് കീറിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിൽ പ്രാണികളൊന്നും വന്ന് കയറാൻ ചാൻസ് ഇല്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാൻ കുറച്ച് പഴുത്ത തക്കാളിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പം തക്കാളിക്ക് നല്ല വില കുറവാണല്ലോ. വില കുറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വില കൂടുന്ന ആ ഒരു സമയത്ത് നമുക്ക് തക്കാളിയൊക്കെ ആവശ്യാനുസരണം നല്ല രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ വില കുറയുന്ന സമയത്ത് ഒരുപാട് നമ്മൾ വാങ്ങിച്ച് വെക്കായിരിക്കും നല്ലത്. അപ്പോൾ ഇതേപോലെ തക്കാളി വെച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ തക്കാളി ഒന്ന് കഴുകിയിട്ട് ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടെ. ഒരിക്കലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം ഈ ഒരു തക്കാളീൻ്റെ ഞെട്ട് ഭാഗത്ത് കുറച്ചൊന്ന് ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ. ഈ ഒരു ഞെട്ട് ഭാഗത്ത് ഇതേപോലെ തേച്ചതിന് ശേഷം നമുക്ക് ഏതിലാണോ നമ്മൾ തക്കാളി ഇട്ട് വെക്കുന്നത്, ഒന്നുകിൽ നമ്മൾ കണ്ടെയ്നറിലായിരിക്കും ഇട്ട് വെക്കുക, അല്ലെങ്കിൽ ഇതേപോലെ പച്ചക്കറി ബാസ്ക്കറ്റിൽ ഇതേപോലെ ഇട്ട് വെക്കുന്ന സമയത്ത് അടിയിൽ ഇതേപോലെ ഒരു പേപ്പർ വിരിച്ചു കൊടുക്കട്ടോ. പേപ്പറോ ടിഷ്യോ എന്തെങ്കിലും ഒന്ന് വിരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇതേപോലെ തക്കാളിൻ്റെ ഈ ഞെട്ട് ഭാഗം കമഴ്ത്തി തന്നെ വെച്ചുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇങ്ങനെ കമഴ്ത്തി വെച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു തക്കാളി ആഴ്ചകളോളം കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ചെയ്യും. മാത്രമല്ല നമുക്ക് ഈ ഒരു തക്കാളി ആഴ്ചകളോളം കേടുകൂടാതെ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. പഴുത്ത തക്കാളിയാണെന്ന് വിചാരിച്ച് ഒരിക്കലും കേടാവില്ല ഇതേ രീതിയിൽ വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കേട്ടോ. പിന്നെ നമ്മൾ നല്ല കാറ്റോട്ടമുള്ള സ്ഥലങ്ങളിൽ തന്നെ ഇത് വെച്ചുകൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ തക്കാളി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നൊന്നിന് തൊടാതെ വേണം നമുക്കിത് വെച്ച് കൊടുക്കാനായിട്ട് കേട്ടോ. അതേപോലെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പിനായിട്ട് ഇതാ നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് ബാഗാണെങ്കിലും അതേപോലെ കുട്ടികൾ ഉപയോഗിക്കുന്ന സ്കൂൾ ബാഗ് ആണെങ്കിലൊക്കെ കുറേ കഴിയുമ്പോൾ ആ ഒരു ഹാൻഡ് ബാഗിൻ്റെ അല്ലെങ്കിൽ ബാഗിൻ്റെ സിബിനൊക്കെ ഒരു ടൈറ്റ് വരും. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതെ വെക്കുന്ന ബാഗാണെങ്കിലും നമ്മൾ പിന്നീട് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു സിബിനൊക്കെ ഒരു ടൈറ്റ് ആയിരിക്കും. സിബ് ചില സമയത്ത് ഇങ്ങോട്ടും അടയ്ക്കും പൂട്ടൊന്നും ചെയ്യാതെ നല്ല ടൈറ്റായിട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ കുറച്ച് വാസലീൻ എടുത്തിട്ട് ഇതേപോലെ ആ സിബിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ. അങ്ങനെ തേച്ചിട്ട് നമ്മൾ 2-3 പ്രാവശ്യം ഇതേപോലെ സിബ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തുറന്നും പൂട്ടിയും കളിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു സിബ് ടൈറ്റൊക്കെ പോയിട്ട് നല്ല ഫ്രീ ആയിട്ട് നമുക്ക് സിബ് തുറക്കാനും പൂട്ടാനൊക്കെ പറ്റും കേട്ടോ.
അപ്പോൾ ഈ ഒരു വാസ്ലീന് അങ്ങനെ ഒരു കഴിവുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ. നമ്മുടെ ബാഗായാലും കുട്ടികളുടെ ബാഗായാലും ഇതേ രീതിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടയ്ക്കാനും തുറക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളെ വിരലിൽ മോതിരമൊക്കെ ഇടുന്നവരാണെങ്കിൽ കുറേ കഴിയുമ്പം ടൈറ്റായി പോകുമല്ലോ. മോതിരമായാലും അതേപോലെ വളയായാലൊക്കെ ടൈറ്റായി പോകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ടാൽക്കം പൗഡർ ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുക്കട്ടോ. ഈ ഒരു മോതിരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതേപോലെ ഒന്ന് കൊട്ടി കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു മോതിരം നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ഒരു പൗഡർ ഇട്ട് എടുത്തിട്ടുള്ളത് കാരണം നല്ല രീതിയിൽ തന്നെ അങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വേദന ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റും. മോതിരമായാലും വള ആയാലൊക്കെ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് കാണിച്ച വീഡിയോയിൽ ഏത് വീഡിയോ ആണോ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ്. അപ്പം വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ. അപ്പം ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം. ഇൻഷാ അല്ലാ. താങ്ക് യു.